എല്ലാവർക്കും വളരെ നല്ലൊരു ഈവനിങ് ആശംസിക്കുന്നു. നമ്മുടെ ഇന്നത്തെ വീഡിയോ പ്രോഗ്രാം ക്ലാസ് എല്ലാവർക്കും ഈ സമയത്ത് ജോയിൻ ചെയ്യാനായിട്ട് അസൗകര്യമുണ്ടെന്ന് അറിയിച്ചു. അതുകൊണ്ടാണ് നമ്മൾ ഒരു വീഡിയോ ക്ലാസ് ആയിട്ട് ഇടുന്നത്. പ്രധാനമായും ലവ് യു ചിൽഡ്രൻ മിഷൻ്റെ ഈ പ്രോഗ്രാമിൽ ഏറ്റവും കൂടുതൽ നമ്മൾ പ്രാധാന്യം കൊടുക്കുന്ന കുഞ്ഞുങ്ങളുടെ ഒരു വെൽബീയിങ് ആണ്. കുഞ്ഞുങ്ങൾക്ക് ഏറ്റവും നല്ലൊരു അന്തരീക്ഷം ഉണ്ടാക്കി കൊടുക്കുക, അവരെ പഠിക്കാൻ അവരെ സഹായിക്കുക എന്നുള്ളതാണ്. കഴിഞ്ഞ 10-15 വർഷമായിട്ട് നമ്മൾ ഈ മേഖലയിൽ വളരെയധികം വിജയകരമായി കുഞ്ഞുങ്ങളോടുള്ള ബന്ധത്തിൽ അവരെ സുരക്ഷിതമായി നല്ലൊരു ഭാവിയിലേക്ക് കൊണ്ടെത്തിക്കുവാൻ ഒരു 95% കുഞ്ഞുങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ഞങ്ങൾക്ക് വിജയിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അതിന് എല്ലാ ടീം അംഗങ്ങളോടും, ലവ് യു ചിൽഡ്രൻ മിഷൻ്റെ എല്ലാ ടീം അംഗങ്ങളോടും, ലവ് യു ചിൽഡ്രൻ മിഷൻ്റെ കൂടെ ഒപ്പം നിൽക്കുന്ന എല്ലാവരോടും നന്ദിയും കടപ്പാടുമുണ്ട്. ഇപ്പോൾ വീണ്ടും ഇങ്ങനൊരു ക്ലാസ് നമ്മൾ ആരംഭിക്കാൻ കാരണം, കേരളത്തിൽ കഴിഞ്ഞ വർഷം മുതലാണ് കേരളത്തിലുള്ള കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ലവ് യു ചിൽഡ്രൻ മിഷൻ്റെ പ്രവർത്തനങ്ങൾ ആരംഭിച്ചിട്ടുള്ളത്. ഇതുവരെയും നമ്മൾ നോർത്തിലായിരുന്നു, മറ്റ് സ്റ്റേറ്റുകളിലായിരുന്നു. അപ്പോൾ കേരളത്തിൽ നമ്മളിപ്പോൾ ആരംഭിച്ച സ്ഥിതിക്കാണ് ഇപ്പോൾ നമ്മുടെ കുഞ്ഞുങ്ങളെല്ലാം നേരിട്ട് നമുക്ക് കാണണം, നമ്മളുമായിട്ട് ദിവസവും കമ്മ്യൂണിക്കേഷൻ ഉണ്ടായിരിക്കണം. നമ്മുടെ ടീച്ചേഴ്സും എഡ്യൂക്കേറ്റേഴ്സും ഒക്കെ ആയിട്ട് എല്ലാവരുമായിട്ട് കമ്മ്യൂണിക്കേഷൻ ഉണ്ടായിരിക്കണം എന്നായിരുന്നു ഞങ്ങളുടെ ഒരു തീരുമാനം. അങ്ങനെ ഞങ്ങൾ അത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ കേരളത്തിലുള്ള കുഞ്ഞുങ്ങൾക്ക് അതിൻ്റെ ആവശ്യമില്ല എന്നുള്ളത് കൊണ്ടും, പിന്നെ മാതാപിതാക്കളുടെ കീഴിലാണ് അവരുള്ളത് കൊണ്ടും, ഉത്തരവാദിത്തപ്പെട്ട മാതാപിതാക്കളാണ് അവരുടെ ഒപ്പം ഉള്ളത് കൊണ്ടും നമ്മൾ ആ ഒരു കാര്യത്തിന് വേണ്ടി മുതിരുന്നില്ല. പക്ഷേ എങ്കിൽ പോലും ആഴ്ചയിൽ ഒരു ദിവസം കുഞ്ഞുങ്ങളെ പറ്റിയുള്ള വാർത്തകൾ അറിയാനും, അവരുടെ വെൽബീയിങ്, അവരുടെ പഠനം, അവരുടെ മറ്റുള്ള ആക്ടിവിറ്റീസുകൾ, അവർ സേഫായിട്ടും സെക്യൂറായിട്ടും പോകുന്നുണ്ടോ, അവരുടെ മാനസികാവസ്ഥ, മാനസികാരോഗ്യം, ഇതെല്ലാം ലവ് യു ചിൽഡ്രൻ മിഷൻ അറിയേണ്ടത് ആവശ്യമുണ്ട്. കാരണം നമ്മൾ അത്രത്തോളം ഉത്തരവാദിത്വത്തോടു കൂടിയാണ് ഓരോ കുഞ്ഞുങ്ങളെ പറ്റിയും കരുതുകയും അവർക്ക് വേണ്ടിയുള്ള കാര്യങ്ങൾ ചെയ്യാനുള്ള പരിശ്രമങ്ങൾ ഈ ലവ് യു ചിൽഡ്രൻ മിഷൻ്റെ ഓരോ അംഗങ്ങളും ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് നമുക്കത് അറിയണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നത്. അല്ലാതെ ഞങ്ങൾ കുഞ്ഞുങ്ങളെ സഹായിക്കാൻ വേണ്ടി മാത്രം ഞങ്ങൾക്ക് കുഞ്ഞുങ്ങളെ ഒന്നും അറിയണ്ട, ഏതെങ്കിലും കുഞ്ഞുങ്ങളെയൊക്കെ അങ്ങ് സഹായിക്കുക, അവരൊക്കെ അങ്ങ് രക്ഷപ്പെട്ടു പോട്ടെ, അങ്ങനെയല്ല. നമുക്ക് കൃത്യമായ ഉത്തരവാദിത്വത്തോടു കൂടിയാണ് നമ്മളിത് ചെയ്യുന്നത്. ലവ് യു ചിൽഡ്രൻ മിഷന് വേണ്ടി നിൽക്കുന്ന ഓരോരുത്തരും അവർ കുഞ്ഞുങ്ങളെ സ്നേഹിച്ചിട്ട് ആണ് അവരുടെ സഹായങ്ങളും അവരുടെ ഹെൽപ്പുകളും ഒക്കെ തരുന്നത്. അത് കേവലം കുഞ്ഞുങ്ങൾക്ക് കുറേ പൈസയോ അല്ലെങ്കിൽ കുറേ എന്തെങ്കിലും ഗിഫ്റ്റ് കൊടുത്തിട്ട് അവർ അടങ്ങിയിരിക്കുന്ന ആൾക്കാരല്ല എല്ലാവരും. ആ കുഞ്ഞുങ്ങൾ, അവരെ സപ്പോർട്ട് ചെയ്യുന്ന കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ട് അവരുടെ എല്ലാ കാര്യങ്ങളും കൃത്യമായി അവർ നന്നായി സന്തോഷമായിട്ടിരിക്കുന്നു, അവർ സുഖമായിരിക്കുന്നു, അവർ ആരോഗ്യത്തോടെ വളരുന്നുവോ, അവർ സേഫായിട്ടാണോ ഇരിക്കുന്നത്, സേഫ് എൻവയറമെൻറ്റിലാണോ അവർ താമസിക്കുന്നത്, മറ്റുള്ള ബുദ്ധിമുട്ടുകൾ കുഞ്ഞുങ്ങൾ അനുഭവിക്കുന്നുണ്ടോ, എന്തെങ്കിലും വെല്ലുവിളികൾ അവർ നേരിടുന്നുണ്ട്, ഇതെല്ലാം അറിയേണ്ടത് അത്യാവശ്യമാണ്. അങ്ങനെയാണെങ്കിൽ മാത്രമേ നമുക്ക് ലവ് യു ചിൽഡ്രൻ മിഷൻ്റെ പ്രവർത്തനങ്ങൾ മുമ്പോട്ട് കുഞ്ഞുങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് പോകത്തുള്ളൂ. ഇപ്പം നമുക്ക് സഹകരിക്കാൻ പറ്റാത്ത, റീച്ച് ഇല്ലാത്ത ഒരു കുഞ്ഞുങ്ങളെയും ലവ് യു ചിൽഡ്രൻ മിഷൻ ഒരിക്കലും കണ്ടിന്യൂസ് ആയിട്ട് സഹായിക്കത്തില്ല. കാരണം ആ കുഞ്ഞ് സേഫായും സന്തോഷമായും വളരുന്നെന്നുള്ളത് ഉത്തരവാദിത്വം നമ്മുടെ കൂടെ നിൽക്കുന്ന ലവ് യു ചിൽഡ്രൻ മിഷനെ സപ്പോർട്ട് ചെയ്യുന്ന ഓരോരുത്തർക്കും കൊടുത്തുകൊണ്ടാണ് നമ്മളിത് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഇങ്ങനൊരു ക്ലാസ് നമ്മൾ മലയാളത്തിൽ ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നത് എല്ലാ ഞായറാഴ്ചയും. അപ്പോൾ ഇന്ന് നമ്മൾ പറയാൻ പോകുന്നൊരു കാര്യമുണ്ട്. നമ്മുടെ സ്കൂൾ തുറന്ന് കുട്ടികളെല്ലാം നമ്മൾ സ്കൂളിലേക്ക് വിടുകയാണ്. എല്ലാ മാതാപിതാക്കളും ശ്രദ്ധിക്കുന്നുണ്ടെന്ന് ഞാൻ കരുതുന്നു. നമ്മുടെ കുഞ്ഞുങ്ങൾ സ്കൂളിൽ നിന്ന് വരുമ്പോൾ അവരുടെ മനോഭാവം എന്താണ്, സ്കൂളിലെ എല്ലാ കാര്യങ്ങളും നമ്മളോട് പറയുന്നുണ്ടോ, എല്ലാ ദിവസവും പറയുന്നുണ്ടോ, അത് കേൾക്കാനായിട്ട് മാതാപിതാക്കളായിരിക്കും നമ്മൾ അതിനുവേണ്ടി സമയം മാറ്റി വയ്ക്കാറുണ്ടോ, സമയമെടുക്കാറുണ്ടോ എന്നുള്ളത് നമ്മൾ ചിന്തിക്കണം. ഈ എല്ലാ ദിവസവും നമ്മൾ സംസാരിക്കുകയും കമ്മ്യൂണിക്കേറ്റ് ചെയ്യുകയും ചെയ്യുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ഉള്ള കാര്യമാണ്. എങ്കിൽ പോലും കുട്ടികൾക്ക് ചിലപ്പോൾ പ്രയാസങ്ങളും ടെൻഷനും മൂഡ് ഓഫും ഒക്കെ ഉണ്ടാകാം. അതൊരു വലിയ കാര്യമായിട്ട് നമ്മൾ കാണേണ്ട കാര്യമില്ല. അത് ഉണ്ടാകണം, ഇടയ്ക്കിടയ്ക്ക് അങ്ങനെ പിള്ളേർക്ക് ഉണ്ടാകുന്നത് നല്ലതാണ്. പക്ഷേ അത് സ്ഥിരമാകാൻ പാടില്ല. ഇപ്പം ഞാൻ എൻ്റെ കുഞ്ഞുങ്ങളോട് സ്ഥിരമായി അവരോട് സംസാരിക്കുകയും ബന്ധപ്പെടുകയും അവരുമായിട്ട് ഇടപെടുകയും അവരുടെ വിശേഷങ്ങൾ അറിയുകയൊക്കെ ചെയ്യും. എങ്കിൽ പോലും ചില സമയത്തിൽ അവർക്ക് മൂഡ് ഓഫും ടെൻഷനും ഒക്കെ ഉണ്ടാകും. ചിലപ്പോൾ കാരണമില്ലാതെ അതൊക്കെ ഉണ്ടായെന്ന് വരാം. അതൊരു വിഷയമുള്ള കാര്യമല്ല. എപ്പോഴും പിള്ളേർ ഇങ്ങനെ 24 hours 365 ദിവസം 24/7 hours ഇങ്ങനെ എപ്പോഴും സന്തോഷമായിട്ടിരിക്കണമെന്ന് നിങ്ങൾ വാശി പിടിക്കരുത്. ചിലപ്പോൾ അവർ ഇച്ചിരി മൂഡ് ഓഫ് കാണിക്കണം, ബോറടിക്കും, മൂഡ് ഓഫ് കാണിക്കും, സങ്കടപ്പെട്ടിരിക്കും, ടെൻഷൻ ഉണ്ടാകും. ഒരു കാരണമില്ലാതൊക്കെ ടെൻഷൻ ഉണ്ടാകും, എന്തെങ്കിലുമൊക്കെ ഉണ്ടാകാം. പക്ഷേ ഒരു ദിവസത്തിൽ കൂടുതൽ അതൊന്നും ഉണ്ടാകാൻ പാടില്ല. അതാണ് അതിൻ്റെ പ്രത്യേകത. അതുപോലെ തന്നെ നമ്മുടെ കുഞ്ഞുങ്ങൾ നമ്മളുമായിട്ട് എല്ലാ കാര്യങ്ങളും ഒരു ദിവസം ഷെയർ ചെയ്യണം. അത് ഷെയർ ചെയ്യാൻ നിങ്ങൾക്ക് സമയമുണ്ടോ എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ഉള്ളൊരു കാര്യമാണ്. നമ്മളിങ്ങോട്ട് വിളിച്ചില്ലെങ്കിൽ നമ്മൾ അങ്ങോട്ട് വിളിച്ച് കുഞ്ഞുങ്ങളുടെ കാര്യങ്ങൾ സംസാരിക്കുകയും ഷെയർ ചെയ്യുകയും ചെയ്യണം.
ഞാൻ കുഞ്ഞുങ്ങൾ എല്ലാ ദിവസവും മോനെ ഞാൻ വിളിക്കുകയും സംസാരിക്കുകയും ചെയ്യാറുണ്ട്. അഥവാ കിട്ടിയില്ലെങ്കിൽ അവൻ്റെ കൂട്ടുകാരെല്ലാം ഞാൻ വിളിക്കും, ആൾക്കാരെല്ലാം ഞാൻ വിളിക്കും. കാരണം ചിലപ്പോൾ ഞാൻ യാത്രയിലായിരിക്കുന്ന സമയങ്ങളിൽ ചിലപ്പോൾ അവനുമായിട്ട് നേരിട്ടിരുന്ന് സംസാരിക്കാൻ പറ്റത്തില്ല. അപ്പോൾ ഏത് യാത്രയിലാകുമ്പോഴും ഞാൻ വിളിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ എന്നോട് ചോദിക്കും, അപ്പോൾ എനിക്ക് ഇത്രയും വയസ്സായി, 19 വയസ്സായി, എന്തും എൻ്റെ ഈ കൂട്ടുകാരെല്ലാം ഇങ്ങനെ വിളി. ഞാൻ പറഞ്ഞു, കമ്മ്യൂണിക്കേഷൻ ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ നീ 19 വയസ്സേ ഉള്ളൂ, അതുകൊണ്ടാണ് ഞാൻ ഈ കമ്മ്യൂണിക്കേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് എന്ന് പറയുന്നത്. ഒരു ദിവസം രാവിലെ സംസാരിക്കണം, വൈകിട്ട് സംസാരിക്കണം. ഞാൻ ദൂരെ ആയിരിക്കുന്ന സമയം അവിടെ ഉള്ളപ്പോൾ നമ്മൾ ഇരുന്ന് സംസാരിക്കും, ഇല്ലാത്തപ്പോൾ നമ്മൾ ഫോണിൽ സംസാരിക്കണമെന്ന് ഞാൻ പറഞ്ഞു വന്ന കാരണം നമ്മൾ സംസാരിക്കുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിരിക്കണം. അപ്പോൾ ഈ ആഴ്ചയിൽ നിങ്ങളൊന്ന് വിലയിരുത്തണം, ഈ ആഴ്ച നിങ്ങൾ കുഞ്ഞുങ്ങളുമായിട്ട് എത്ര സമയം സംസാരിച്ചു, അവരുടെ സ്കൂളിലെ വിശേഷങ്ങളെല്ലാം നിങ്ങൾ തിരക്കുകയോ, സ്കൂളിൽ അവർ സന്തോഷമായിട്ടിരിക്കുന്നു, അവരെ കളിയാക്കുകയോ കൊച്ചാക്കുകയോ പരിഹസിക്കുകയോ അവരുടെ കുറവുകൾ എടുത്തു പറയുന്ന ഏതെങ്കിലും കൂട്ടുകാരോ അധ്യാപകരോ ഉണ്ടോ എന്ന് നിങ്ങൾ കണ്ടുപിടിക്കണം. അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങൾ അവർ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടോ, ഏതെങ്കിലും വിഷയത്തിൽ ആ കുഞ്ഞുങ്ങളെ കളിയാക്കുകയോ ബുദ്ധിമുട്ടിക്കുകയോ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ, ഇത് കൃത്യമായിട്ട് നമ്മൾ അനലൈസ് ചെയ്ത് നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഈ ആഴ്ചയിൽ ഞാൻ പറഞ്ഞ ഈ ഒരു കാര്യം മാത്രമാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. അതായത് നമ്മുടെ കുഞ്ഞുങ്ങൾ സ്കൂളിൽ സേഫാണോ, അവർ നമ്മുടെ വീട്ടിൽ സേഫാണോ, നമ്മുടെ ചുറ്റുവട്ടങ്ങളിൽ അവർ സേഫാണോ, അതിന് നമ്മൾ അവരുമായിട്ട് നല്ല കമ്മ്യൂണിക്കേഷൻ നടത്തണം. അത് ചെയ്യുന്നുണ്ടോ, കുഞ്ഞുങ്ങളുമായിട്ട് നമ്മൾ ദിവസവും സംസാരിക്കുന്നുണ്ടോ, എല്ലാ ദിവസവും കുഞ്ഞുങ്ങളുമായി സംസാരിക്കാൻ ശ്രമിക്കാറുണ്ടോ. ഇനി എല്ലാ ദിവസവും നമ്മൾ ശ്രമിക്കുമ്പോൾ അവർക്കൊരു ദിവസം നമ്മളോട് സംസാരിക്കേണ്ടെന്ന് തോന്നി, ഓക്കെ, അതങ്ങ് വിട്ടേക്കണം. അല്ലാതെ നിർബന്ധമില്ല ഇന്ന് സംസാരിക്കണമെന്ന് പറയേണ്ട കാര്യമില്ല, അവർ വിട്ടേക്ക്, പിറ്റേ ദിവസം അവർ സംസാരിച്ചോളൂ. അടുപ്പിച്ച് 2-3 ദിവസം അവർ സംസാരിക്കാതാകുന്നുണ്ടെങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കണം. ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും നമ്മുടെ മാതാപിതാക്കൾ നിങ്ങൾ ശ്രദ്ധിക്കണം. അവരുടെ പഠനത്തെക്കുറിച്ച് നിങ്ങൾ ചോദിക്കണം. അവരുടെ പഠനത്തെക്കുറിച്ച് അവരെ കളിയാക്കുകയോ അവരെ വഴക്ക് പറയുകയോ അവരെ കണക്ക് പറഞ്ഞ് കേൾപ്പിക്കുകയോ, ഇത്രയും കഷ്ടപ്പെട്ട് ഇത്രയും ചിലവാക്കി ഞാൻ നിന്നെ പഠിപ്പിക്കുക എന്നൊന്നും പിള്ളേരുടെ അടുത്ത് പറയേണ്ട കാര്യമൊന്നുമില്ല. നമ്മൾ കഷ്ടപ്പെട്ട് ചിലവാക്കി പഠിപ്പിക്കാനൊന്നും അവരാവശ്യപ്പെട്ടിട്ടില്ലല്ലോ. അത് നമ്മുടെ ഇഷ്ടത്തിൽ ചെയ്യുന്ന കാര്യമാണ്. നമ്മുടെ ഇഷ്ടത്തിൽ ചെയ്യുമ്പോൾ അവരോട് അങ്ങനത്തെ കണക്കുകൾ പറയരുത്. ഇത്രയും പൈസ മുടക്കി പഠിപ്പിക്കുന്നതാണ്, ഇത്രയും പൈസ മുടക്കി ചെയ്യുന്നതാണ്, ഇതൊന്നും പിള്ളേരെ പറഞ്ഞ് കേൾപ്പിക്കേണ്ട കാര്യമില്ല. അവരാവശ്യപ്പെട്ടില്ല അവരെ അങ്ങനെ അത്രയും നിങ്ങൾ കഷ്ടപ്പെട്ട് കാശുണ്ടാക്കി പഠിപ്പിക്കാനത് അവർ പറഞ്ഞില്ലല്ലോ. അമ്മേ പപ്പ എന്നെ കഷ്ടപ്പെട്ട് കാശുണ്ടാക്കി നിങ്ങൾ എന്നെ പഠിപ്പിക്കണം എന്നൊന്നും അവർ പറഞ്ഞില്ലല്ലോ. അപ്പോൾ ഈ ആവശ്യമില്ലാത്ത കണക്കുകളൊന്നും നമ്മൾ പിള്ളേരെ പറഞ്ഞ് കേൾപ്പിക്കേണ്ട കാര്യമൊന്നുമില്ല. നമ്മളത് ചെയ്യുമ്പോൾ സന്തോഷത്തോടെ ചെയ്യണം. അവിടെ മക്കളെ, നമ്മൾ നന്നായിട്ട് നല്ല സ്കൂളിൽ നല്ല രീതിയിൽ പഠിപ്പിക്കാൻ നമ്മൾ വിട്ടു. അപ്പോൾ അറിയാം, നമ്മളത് പ്രയോജനപ്പെടുത്തണം, നമ്മളത് മാക്സിമം യൂട്ടിലൈസ് ചെയ്യണം കേട്ടോ എന്ന് സ്നേഹത്തോടെ അവരെ പറഞ്ഞ് മനസ്സിലാക്കാം. അതും ദ്വയാർത്ഥം വെച്ച് അല്ലെങ്കിൽ അണ്ടർഗ്രൗണ്ടിൽ കൂടെ വേറെ പണിയരുത്. നല്ല സ്കൂളിലൊക്കെ വിട്ടാൽ പഠിപ്പിക്കുന്നത് അതൊക്കെ ഒന്ന് ഓർത്താൽ നല്ലതാ എന്നൊന്നും പറയരുത്. നല്ല ട്യൂണ് പോലും നമ്മൾ പറയുന്ന കുഞ്ഞുങ്ങളോട് സംസാരിക്കുന്ന ട്യൂണ് പോലും വേണ്ടാത്ത ട്യൂണുകളൊന്നും നമ്മൾ ഉപയോഗിച്ച് കുഞ്ഞുങ്ങളോട് സംസാരിക്കരുത്. അപ്പോൾ അതുകൊണ്ട് ഈ ആഴ്ചയിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം കുഞ്ഞുങ്ങളുമായിട്ടുള്ളൊരു കമ്മ്യൂണിക്കേഷൻ ഡെവലപ്പ് ചെയ്യണം. അതാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പ്രധാനമായിട്ടും പറയാൻ ആഗ്രഹിച്ച കാര്യം. കുഞ്ഞുങ്ങളുമായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ ഡെവലപ്പ് ചെയ്യണം, അവരുടെ വിശേഷങ്ങൾ അറിയണം, അവർ സന്തോഷമായിരിക്കുന്നത് മനസ്സിലാക്കണം. നിങ്ങൾ കുഞ്ഞുങ്ങളെ പറ്റിയുള്ള വിവരങ്ങൾ ഞങ്ങളെ അറിയിക്കുകയും ചെയ്യണം. കാരണം ഞങ്ങൾ കുഞ്ഞുങ്ങളോടൊപ്പം യാത്ര ചെയ്യുന്നവരാണ്, അല്ലാതെ എവിടെയെങ്കിലും ഒളിഞ്ഞിരുന്നുകൊണ്ട് ഞങ്ങൾക്കിതൊരു ബിസിനസ്സല്ല. കുറേ കുഞ്ഞുങ്ങളെ സഹായിക്കുക, ഞങ്ങൾ എന്നിട്ട് ബിസിനസ് ചെയ്തല്ല, ഞങ്ങൾ കുഞ്ഞുങ്ങളുടെ കൂടെ ഒപ്പം അവരോട് യാത്ര ചെയ്യുന്നവരാണ്. അപ്പോൾ ലവ് ചിൽഡ്രൻ മിഷനെ അറിയിക്കണം. കുഞ്ഞുങ്ങൾ സന്തോഷമായിരിക്കുന്നു, സുഖമായിരിക്കുന്നു, അവരുടെ പഠന നിലവാരം നന്നായി പോകുന്നു, നല്ല രീതിയിൽ പഠിക്കുന്നു, ഏതെങ്കിലും പഠന വിഷയത്തിൽ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അറിയിക്കണം. ഇതെല്ലാം നമ്മൾ അറിഞ്ഞാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. അതുകൊണ്ട് ഇന്ന് ഈ ആഴ്ചയിൽ ഞാൻ പറഞ്ഞ ഒറ്റ കാര്യമുള്ളൂ, കുഞ്ഞുങ്ങളുമായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ ഡെവലപ്പ് ചെയ്യുക, അത്രയേ ഉള്ളൂ. എല്ലാവർക്കും നല്ലൊരാഴ്ച ഞാൻ നേരുന്നു. അടുത്ത ആഴ്ചയിൽ നല്ല നല്ല കാര്യങ്ങൾ സംഭവിക്കട്ടെ. എല്ലാവർക്കും നന്ദി.